രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ കാറ് നിന്നു. ലക്ഷ്മി നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചു. അച്ഛനും സിദ്ധൂട്ടനും, ദൈവമേ ഇനി എന്താ ചെയ്യുക? ഹൃദയം വിങ്ങി പൊട്ടുന്നുണ്ട്. കാറിൽ നിന്ന് വർമ്മയും ആദിയും അഫിയും ഇറങ്ങിയിട്ടും ലക്ഷ്മി ഇറങ്ങിയില്ല. ആരവിനെയും നിത്യയും കണ്ട് അഭിമന്യു ചിരിച്ചു. അഫി, ലക്ഷ്മിയെ വിളിക്ക്, ഇപ്പം തന്നെ ലേറ്റാണ്. ആരവ് പറഞ്ഞപ്പോഴാണ് അഫി തിരിഞ്ഞു നോക്കിയത്. ഇവൾ ഇറങ്ങിയില്ലേ? നിങ്ങൾ പോയിക്കോ, ഞാൻ വിളിച്ചിട്ട് വരാം. അവൻ ഡോർ തുറന്നു പിടിച്ചു. സീത, പ്രണയത്തോടെയുള്ള വിളി. ലക്ഷ്മി വേദനയോടെ അവനെ നോക്കി. വാ, ഒരൊപ്പിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഒപ്പിട്ടില്ലേലും നീ എൻ്റെ ഭാര്യയാണ്. പക്ഷേ അങ്ങനെയല്ലല്ലോ. നിയമപരമായി ഒന്നായ സർട്ടിഫിക്കറ്റ് വേണ്ടേ? എല്ലാം കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് പോകാം. അവൾ മുഖം പൊത്തി പിടിച്ച് ഉറക്കെ കരഞ്ഞതും അഫിയൊന്ന് പേടിച്ചു. സീത അരികിലായിരുന്ന് അവളെ നെഞ്ചോരം അമർത്തി പിടിച്ചു. എന്നെ വെറുതെ വിട്ടേക്ക്, എങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ, ഇല്ലേൽ മരിച്ചോട്ടെ. അവൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിക്കുന്നു. അഫി അവളുടെ കയ്യിൽ പിടിച്ചു. അഭിമന്യു ഒപ്പമുള്ളപ്പോൾ എങ്ങനെയും നീ ജീവിക്കേണ്ട, മരിക്കുകയും വേണ്ട. എന്താ നിന്റെ പ്രശ്നം? എന്നോട് പറയൂ ലക്ഷ്മി. അവൾ അകന്നു മാറി. എന്ത് പ്രശ്നം? ഒന്നുമില്ല. ആർക്ക് മുന്നിലും കൈനീട്ടാതെ അന്തസ്സോടെ ജീവിക്കണം, അതാണ് ആഗ്രഹം. അഫി ചിരിച്ചു പോയി. ഇത്രയുള്ളൂ? എൻ്റെ അടിമയായി ജീവിക്കാൻ ഞാൻ പറഞ്ഞില്ല. നമ്മുടെ കമ്പനിയിലെ ആ PS-ൻ്റെ പോസ്റ്റ് എൻ്റെ ഭാര്യയ്ക്കുള്ളതാ. മറ്റാർക്കും ഞാൻ കൊടുക്കില്ല. നീ എൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നതാ എനിക്കിഷ്ടം. അതാവുമ്പോൾ ഇടയ്ക്ക് ഉമ്മിക്കാം, കെട്ടിപ്പിടിക്കാം. പിന്നെ അഫി അവളുടെ ഇടുപ്പിലെ സാരി വലിച്ചു താഴ്ത്തിക്കൊണ്ട് അരക്കെട്ടിൽ കൈ അമർത്തി. ലക്ഷ്മി ഒന്ന് പുളഞ്ഞു പോയി. മിഴികൾ ഉയർത്തി. എന്ത് ഇഷ്ടാന്നറിയോ? ഇന്നലെ എന്തിനാ പിൻ ചെയ്ത് മറച്ചേ? അഫിയുടെ ചുണ്ടിൽ ഒരു കുസൃതി നിറഞ്ഞതുപോലെ. അവളുടെ കണ്ണുകൾ കൂർത്തു. പക്ഷേ അന്ന് തന്നെ ഞാൻ നന്നായി കണ്ടു. പൂളിൽ നിന്ന് എടുത്തു കിടത്തുമ്പോൾ ഈ കുഞ്ഞു വയറ് നിറയെ വെള്ളമായിരുന്നു. ഞാൻ എൻ്റെ കൈവച്ച് പതിയെ അമർത്തി. നീ അറിഞ്ഞായിരുന്നോ? അവൻ്റെ മുഖത്ത് മിന്നി മറയുന്ന പ്രണയഭാവം. അവൾ ഇമ വെട്ടാതെ നോക്കിയിരുന്നു. പിന്നെ ഈ ചുണ്ടിലൂടെ എൻ്റെ ജീവൻ നിന്നിലേക്ക് ഒഴുകിയിറങ്ങി. അവൾ ആന്തലോടെ അഫിയുടെ കൈത്തണ്ടയിൽ പിടിച്ചു. ഈ താലി കെട്ടുന്നതിന് മുന്നേ ഞാൻ സീതാലക്ഷ്മിയെ എൻ്റെ പ്രാണവായു കൊടുത്ത് സ്വന്തമാക്കിയിരുന്നു. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. അവളുടെ ചുണ്ടിൽ പതിയെ തഴുകി. നെറ്റികൾ തമ്മിൽ മുട്ടി ഉരുമി. ഐ നീഡ് യു ആൻഡ് ലവ് യു പ്ലീസ് ലക്ഷ്മി. എന്താ എൻ്റെ ഇഷ്ടത്തെ തട്ടി മാറ്റുന്നത്? അവൻ പുറത്തേക്കിറങ്ങി. വലങ്കൈ അവൾക്ക് നേരെ നീട്ടി. എല്ലാവരും നിനക്കായി കാത്തു നിൽക്കുക. നിത്യയും വന്നിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ ഇടം കൈ ചേർത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. ആരവിനടുത്ത് നിത്യ നിൽക്കുന്നുണ്ട്. ലക്ഷ്മി വേഗത്തിൽ അവൾക്ക് അടുത്തേക്ക് ഓടി. നിത്യ അവളെ കെട്ടിപ്പിടിച്ചു. ഞാനൊന്നും അറിഞ്ഞതല്ല. എനിക്കറിയാൻ ലച്ചു. സാരമില്ല, പോട്ടെ. അഫിയും എല്ലാവരും ഓഫീസ് റൂമിലേക്ക് കയറിപ്പോയി. നീ എന്തിനാ പെണ്ണെ കരയുന്നേ? സാറിനെ നിനക്കിഷ്ടമല്ലേ? പിന്നെന്താ? അവൾ അകന്നു മാറി. വീട്ടിൽ എല്ലാവരും അറിഞ്ഞു കാണൂ. അവരാരേലും നിന്നെ വിളിച്ചോ? ലക്ഷ്മി ചോദിച്ചു. ഇല്ലടി, ഇതേവരെ എന്നെ വിളിച്ചില്ല. അറിഞ്ഞിട്ടുണ്ടാവില്ല. TV ഇല്ലാത്തത് ഭാഗ്യമായി. പിന്നെ സിദ്ധുവിൻ്റെ മൊബൈൽ കുഞ്ഞല്ലേ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ നാട്ടുകാർ പറഞ്ഞ് അറിയില്ലേ? എനിക്ക് വയ്യ, എൻ്റെ അച്ഛൻ്റെ നെഞ്ചു പൊട്ടും. അറിയുമ്പോഴല്ലേ അതപ്പോൾ നോക്കാം. ഇപ്പം നീയായി ഒന്നും പറയണ്ട. സമാധാനത്തിൽ നിങ്ങൾ രണ്ടുപേരും ചെന്ന് അച്ഛനെ കണ്ട് കാര്യം പറഞ്ഞാൽ മതി. സീത, അഫി വിളിച്ചു. സൈൻ ചെയ്യാനാവും. എനിക്ക് പേടിയാവുക. എല്ലാം തീർന്നു. ചളിക്കുഴിയിൽ മുങ്ങി താഴ്ന്നതാ. എങ്ങനെയും കര കയറി നേരെ കടലിലേക്കാ ഞാൻ വീണത്. ഇതിൽ ലക്ഷ്മി മുങ്ങി തീരും. നിത്യ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ഒന്നും ഉണ്ടാവില്ല. അഫിസാറ് മുങ്ങി മരിക്കാൻ പോയ നിന്നെ രക്ഷിച്ചത് കൊല്ലാനൊന്നും അല്ല, കൂടെ നടത്തിക്കാൻ തന്നെയാ. അങ്ങനെ വിശ്വസിക്ക്. സാറിന് നിന്നോട് ലവ് ആടി, മുടിഞ്ഞ പ്രണയം. ആ കണ്ണിലേക്ക് ഒന്ന് നോക്കിയേ. ലക്ഷ്മി അഫിക്ക് അടുത്ത് നിന്നു. അവനാണ് ആദ്യം സൈൻ ചെയ്തത്. ലക്ഷ്മി പിന്നാലെ. അഫി അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ലവ് യു സീത. കുറച്ച് പ്രായം ചെന്ന ഓഫീസറുടെ മുന്നിൽ വെച്ച് അവളുടെ കവിളിലും നെറ്റിയിലും മുത്തി. ലക്ഷ്മി ഞെട്ടിപ്പോയി. ബാക്കി എല്ലാവരും വായും തുറന്ന് നിൽക്കുവാണ്. മതി മതി, ബാക്കി വീട്ടിൽ പോയിട്ട്, ഓഫീസർ ഗൗരവം നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. അവരുടെ കാറ് കണ്ണിൽ നിന്നും മറയുന്നത് നോക്കി നിത്യ കണ്ണുകൾ തുടച്ചു.
എന്തിനാടോ കരയുന്നേ? തൻ്റെ കൂട്ടുകാരിയെ അഭിമന്യു പൊന്നു പോലെ നോക്കും. ചെക്കന് ലക്ഷ്മി എന്നാൽ വല്ലാത്ത ഭ്രാന്ത. ഇതാദ്യമായ ഞാൻ ഇങ്ങനെ ഒരു അഫിയെ കാണുന്നത്. എൻ്റെ കൂട്ടുകാരൻ ജീവിക്കാൻ തുടങ്ങുക. ഇനി അങ്ങോട്ട് അവർ സന്തോഷത്തോടെ ജീവിതം അടിച്ചു പൊളിക്കും. എന്താ നിത്യ ഈ നോട്ടം? അത്ര ശരിയല്ലല്ലോ. ആ വീട്ടിൽ ലക്ഷ്മിക്ക് കയറാൻ പറ്റുമോ സാർ? വർമ്മ സാറും ആദി സാറും അഭി സാറും നല്ലവരായിരിക്കാം. പക്ഷേ അവിടെ ഒരു സ്ത്രീയില്ലേ, ഇന്ദുജ മാഡം? ആരവ് ഒരു നിമിഷം മൗനമായി കാറിൽ ചാരി. എന്താ സാർ, നമുക്കും ഒന്ന് പോയാലോ? അവരെ ഞാൻ കണ്ടിട്ടില്ല. ആരവ് കാറിലേക്ക് കയറി. നേരെ ഓഫീസിന് മുന്നിൽ നിന്നതും അവൾ അവനെ തുറിച്ചു നോക്കി. ഞാൻ ആ വീട്ടിൽ പോകില്ല നിത്യ. അവർക്ക് സാധാരണക്കാരായ നമ്മളെ കണ്ണിന് പിടിക്കില്ല. അപ്പോൾ എൻ്റെ ലച്ചുവിനെ ആ തള്ള വായിൽ തോന്നുന്നതെല്ലാം പറയും അല്ലേ സാർ? അതിന് മറുപടിയായി ആരവ് പുഞ്ചിരിച്ചതേയുള്ളൂ. കൊട്ടാരം പോലുള്ള വീട്. ലക്ഷ്മിക്ക് ശരീരം തളർന്നു പോകും പോലെ തോന്നി. വാ ലക്ഷ്മി. അവൻ ആ വിറയ്ക്കുന്ന കയ്യിൽ മുറുകെ പിടിച്ചു. അഭി. വീടിൻ്റെ ആദ്യ സ്റ്റെപ്പിൽ കാൽ വയ്ക്കും മുന്നേ ഒരലർച്ചയാണ് കേട്ടത്. അഭിമന്യു നിന്നു. കണ്ണുകൾ വീടിനുള്ളിലേക്ക് നീണ്ടു. ആദി വർമ്മയുടെ കയ്യിൽ പിടിച്ചു. അച്ഛാ, ഇനി എന്താ സംഭവിക്കുക? ഒന്നുകിൽ അഭിമന്യു, ഇല്ലേൽ ഇന്ദുജ. രണ്ടിലാരേലും ഒരാളെ ഈ വീട്ടിലുണ്ടാകൂ, വർമ്മ പറഞ്ഞു. വാതിൽ കടന്നു വരുന്ന സ്ത്രീരൂപം. അവരുടെ മുഖം കണ്ടതും ലക്ഷ്മിക്ക് വല്ലാത്ത പേടി തോന്നി. അവൾ അഭിയെ തല ഉയർത്തി നോക്കി. നത്തിങ്ങ, അത് എൻ്റെ മമ്മയാ. ആള് പാവാണ്. അവൻ കണ്ണ് ചിമ്മി. ആരാ അഭി ഇത്? എൻ്റെ വൈഫാണ്. മമ്മ ന്യൂസ് ഒന്നും കണ്ടില്ലേ? കണ്ടു. പത്രക്കാരുടെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു മഞ്ഞ ചരട് കഴുത്തിൽ കെട്ടിയാലുടനെ കാശിനു വേണ്ടി വരുന്നവൾമാർ നിന്റെ ഭാര്യയാവൂ. അത് കൊള്ളാലോ. ലക്ഷ്മി അവരുടെ ഓരോ വാക്കിലും തറഞ്ഞു നിന്നുപോയി. എന്നെ ഇവര് ഏത് ഗണത്തിലാ പെടുത്തിയത്? വെറും കാശിനു വേണ്ടി? അവളുടെ സങ്കടം മനസ്സിലാക്കിയതുപോലെ അഭി ലക്ഷ്മിയുടെ തല നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. മമ്മ, ഇത് മഞ്ഞ ചരടിൽ തീരുന്ന ബന്ധമോ കാശിന് തുടങ്ങിയതും അല്ല. എനിക്ക് സീതാലക്ഷ്മിയെ ഇഷ്ടമാണ്. അതുകൊണ്ട് നിയമപരമായി ഞങ്ങൾ വിവാഹിതരായി. അവൻ്റെ ഉറച്ച സ്വരം. ഇന്ദുജ ഒന്ന് പിന്നിലേക്ക് നീങ്ങി നിന്ന് ലക്ഷ്മിയെ അടിമുടി നോക്കി. ഓ, അഭിമന്യുവിന് പ്രണയം? മമ്മ ഉറക്കെ ചിരിച്ചു. വർമ്മയ്ക്ക് ദേഷ്യം വന്നു. നിനക്ക് ചിരിക്കണമെങ്കിൽ വഴി മാറി നിന്ന് ചിരിക്ക്. മോള് പേടിച്ചു പോകും, വർമ്മ പറഞ്ഞു. ഇന്ദുജ അയാളെ രൂക്ഷമായി നോക്കി. നിങ്ങളാ എല്ലാറ്റിനും കാരണക്കാരൻ. എൻ്റെ മോനുവിൻ്റെ മനസ്സ് മാറ്റിച്ചത് നിങ്ങളാ. മമ്മ, സ്റ്റോപ്പ് ഇറ്റ്. അഭിമന്യു കൊച്ചു കുട്ടിയൊന്നുമല്ല. എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിച്ചു. അതിൽ ഡാഡിക്കൊരു പങ്കുമില്ല. അല്ല മോനു, ഇവളിൽ അത്ര കൂടുതലായി നീ എന്താ കണ്ടത്? ലവ് തോന്നാൻ സ്പെഷ്യലായി എന്തേലും ഉണ്ടോ? ആദി പുച്ഛത്തോടെ മുഖം തിരിച്ചു. ലക്ഷ്മി വിതുമ്പലോടെ അവൻ്റെ കൈപ്പിടിയിൽ നിന്നും അകന്നു മാറി. സാർ, ഞാൻ പൊയ്ക്കോളാം എന്ന് പറയാനാണ് ആ വിളിയെന്ന് അഫിക്ക് മനസ്സിലായതും അവൻ അവളുടെ ചുണ്ടിൽ വിരൽ വെച്ചു. അഫി, അങ്ങനെ വിളിക്കണം, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. മമ്മ, എനിക്കിങ്ങനെ പുറത്തു നിൽക്കാൻ പറ്റില്ല. അവരെ മറികടന്ന് രണ്ടാമത്തെ സ്റ്റെപ്പിൽ കാൽ വെച്ചതും ഇന്ദുജ ലക്ഷ്മിയെ പിടിച്ച് തള്ളി. ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്ന്. നിലത്തേക്ക് വീഴാൻ പോയവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ചുറ്റിപ്പിടിച്ചു. അവൻ അവരെ രൂക്ഷമായി നോക്കി. ഇവൾ ഇവിടെ കയറാൻ പാടില്ല. തിരികെ പറഞ്ഞു വിട്. ഇന്ദുജ ലക്ഷ്മിക്ക് മുന്നിൽ നിന്നു. എത്ര കാശ് വേണം പറ. ഇപ്പോൾ ഈ നിമിഷം തരാം. ഒരു പെൺകൊടിയായി ഒന്നുമല്ലാതായിപ്പോയ നിമിഷം അവൾക്ക് തല ചുറ്റും പോലെ തോന്നി. ശരി, മമ്മയുടെ ഇഷ്ടം അങ്ങനെ തന്നെ നടക്കട്ടെ. ലക്ഷ്മിയെ ഈ വീട്ടിൽ കയറ്റുന്നില്ല, അഭി പറഞ്ഞു. ഇന്ദുജ സന്തോഷത്തിൽ ചിരിച്ചു. ആദിയും വർമ്മയും പരസ്പരം നോക്കി. സീത, നീ ഇവിടെ നിൽക്ക്. അവൻ അകത്തേക്ക് വേഗത്തിൽ ഓടിക്കയറി. അവൾ സങ്കടത്തോടെ വർമ്മയെ നോക്കി. അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അഭിമന്യു ഞാൻ പറയുന്നതിൻ്റെ അപ്പുറം പോവില്ല. എൻ്റെ മോനുവിന് എന്നെയാ കൂടുതൽ ഇഷ്ടം. അഭി കാറിൻ്റെ കീയുമെടുത്ത് തിരികെ വന്നു. മമ്മ, ഇന്ദുജ മകൻ്റെ തലമുടിയിൽ തഴുകി. എനിക്ക് ലക്ഷ്മി ഇല്ലാതെ പറ്റില്ല. എൻ്റെ ഭാര്യ ഇല്ലാത്ത വീട്ടിൽ ഞാൻ നിൽക്കില്ല. അതുകൊണ്ട് പോവാ. വർമ്മയ്ക്ക് ചിരി വന്നു. എടാ മോനെ ആദി, അവസാന തന്ത്രം. ഇതിൽ ഇന്ദുജ മുട്ടുമടക്കും. മോനു. ഇത്രയും നേരം അഹങ്കാരത്തോടെ നിന്ന ഇന്ദുജ പത്തി മടക്കുന്ന കാഴ്ച. മമ്മ വളർത്തിയ മകനാ ഞാൻ. ഇന്ദുജ വർമ്മയുടെ വാശിയും ദേഷ്യവും
അതുപോലെ എനിക്കുമുണ്ട്. തോറ്റുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. ജന്മം തന്ന മമ്മയ്ക്ക് മുന്നിലായാൽ പോലും അഭിമന്യു തല കുനിക്കില്ല. എന്നെ അറിയാലോ. പോയാൽ പിന്നെ ഞാൻ തിരികെ വരില്ല. വാ ലക്ഷ്മി, പോകാം. എവിടേക്ക്? നീ എവിടെയും പോകുന്നില്ല. മോളെയും വിളിച്ച് കയറിപ്പോടാ. ഇതേ എൻ്റെ വീടാ. എൻ്റെ മക്കൾ രണ്ടും എനിക്കൊപ്പം വേണം. അതല്ല, നിൽക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇപ്പം പോകാം. വർമ്മയുടെ ശബ്ദമുയർന്നു. സീത, വലതുകാൽ വെച്ച് കയറിക്കോ. അവൻ ചെവിയിൽ ചുണ്ട് ചേർത്ത് പറഞ്ഞു. ഞാൻ തിരികെ പോകാം സാർ. എനിക്ക് ഒരു പരാതിയില്ല. പെട്ടെന്ന് നിലത്ത് നിന്ന് അവളൊന്നുയർന്നു. ലക്ഷ്മിയെ വാരിയെടുത്ത് ഇന്ദുജയ്ക്ക് മുന്നിലൂടെ നടന്നു. സാർ പ്ലീസ്. എനിക്ക് റൂമിൽ പോട്ടെ, പറയാം. അവൻ്റെ കണ്ണിൽ അവൾ മാത്രം. വർമ്മയും ആദിയും അവൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടി നിൽക്കുവാണ്. ഇന്ദുജ ചാടിത്തുള്ളി റൂമിലേക്ക് കയറി. വലിയ ശബ്ദത്തിൽ ഡോർ വലിച്ചടച്ചു. ഇവിടെ നടന്നതെല്ലാം സഹോദരനെ വിളിച്ച് അറിയിക്കാൻ പോയതാ. ഇനി അവൻ്റെ ഒരു വരവുണ്ട്. ഹോ ദൈവമേ, ഇതിനെയൊക്കെ എൻ്റെ തലയിൽ തന്നെ വെച്ച് തന്നല്ലോ, വർമ്മ പറഞ്ഞു. ആദ്യം അയാളെ നോക്കി ചുണ്ട് ചുളുക്കി. എന്താടാ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ല, അമ്മ ഇല്ലായിരുന്നേൽ ഞങ്ങളെ അച്ഛന് കിട്ടുമായിരുന്നോ? വർമ്മ ചിരിച്ചു പോയി. ആദിയെ വാത്സല്യത്തോടെ കെട്ടിപ്പിടിച്ചു. റൂമിലേക്ക് കയറി ഡോർ അടഞ്ഞു. ലക്ഷ്മി കണ്ണുകൾ മുറുകെ അടച്ച് കിടക്കുവാണ്. അവളെ ബെഡിലേക്ക് കിടത്തി. ലക്ഷ്മി. അവൾ കണ്ണുകൾ തുറന്നതേയില്ല. സീത പെണ്ണെ. ആ വിളി അവൾക്ക് ഇഷ്ടമാണെന്ന് അവനറിയാം. എന്തുകൊണ്ടോ കണ്ണുകൾ അനുസരണയില്ലാതെ തുറന്നു പോയി. അവനെ ഒന്ന് കാണാൻ തുടിക്കുന്നുണ്ട് ആ കൃഷ്ണമണികൾ പോലും. തനിക്ക് മേലെ ഇരു കൈയും കുത്തി ശരീരത്തിലേക്ക് ഭാരം കൊടുക്കാതെ കിടക്കുന്നവനെ നോക്കി. പതിയെ കണ്ണുകൾ ആ റൂമിലാകെ ചലിച്ചു. പണക്കാരല്ലേ, ആഡംബരത്തിന് ഒരു കുറവുമില്ല. നമുക്കൊക്കെ സമാധാനത്തിൽ കിടന്നുറങ്ങാനാ വീട് വയ്ക്കുന്നത്. ഇവര് ആൾക്കാരെ കാണിക്കാനും, മനസ്സിൽ പറഞ്ഞു. അഫി ചിരിയോടെ അവളിലേക്ക് അമർന്നു കിടന്നു. കഴുത്തിടുക്കിൽ മുഖം പൂഴ്ത്തി. സാർ, അറിയാതെ വിളിച്ചുപോയി. സീത പ്ലീസ്, ഇങ്ങനെ വിളിക്കല്ലേടി. അവൾ ഒന്ന് പിടച്ചു. തല പതിയെ ചരിച്ചു പിടിച്ചു. കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് ചെവിയിൽ ചുണ്ടടിപ്പിച്ചു. ഫസ്റ്റ് നൈറ്റ് ഉടനെ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ സീത ഓർക്കുന്നുണ്ടോ? അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. ഇന്ന് ആ ദിവസമാണ്. അഭിമന്യു സീതയിലേക്ക് ചേരുന്ന സുന്ദര നിമിഷങ്ങൾക്ക് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. കാറ്റ് പോലെ ആ സ്വരം ശരീരത്തെ മൊത്തമായി കാർന്ന് തിന്നും പോലെ. പെട്ടെന്ന് ഡോറിൽ ഒരു മുട്ട്. ലക്ഷ്മി അഫിയുടെ പിൻഭാഗത്ത് തട്ടി. ഞാൻ പോവില്ലടി, മമ്മയാവും. അവൻ ശ്വാസം ആഞ്ഞു വലിച്ചു. എന്ത് മണമാണ് പെണ്ണെ ഈ എണ്ണയ്ക്ക്. നീ ഇത് മുടിയിൽ മാത്രമല്ലേ തേക്കൂ, അതോ മൊത്തം തേച്ച് കുളിക്കൂ? ലക്ഷ്മിക്ക് ചിരി വന്നു. വീണ്ടും വാതിലിൽ മുട്ട് കേൾക്കുന്നു. സാർ, എനിക്ക് ശ്വാസം മുട്ടുക. ഇത്രയും ഭാരം താങ്ങാനൊന്നും പറ്റില്ല. അഫി അകന്നു മാറി. അവൾ എഴുന്നേൽക്കാനൊരുങ്ങി. നോ, ഞാനിപ്പോൾ വരും. അവൻ ചെന്ന് ഡോർ കുറച്ച് മാത്രം തുറന്നു. എന്താടാ, സമ്മതിക്കില്ലേ നീ? ഒരുവിധം സോഫ്റ്റാക്കി കൊണ്ടുവരുക. അതിനിടയ്ക്ക് അഫി പല്ല് കടിച്ചു. നിങ്ങളുടെ ബാഗ്. പിന്നതേ ലക്ഷ്മിയുടെ ഫോൺ നിർത്താതെ റിങ് ചെയ്യുക. സിദ്ധു എന്ന പേര്. ആരാത്? അഫി പെട്ടെന്ന് ലക്ഷ്മിയെ നോക്കി. ഫോൺ വാങ്ങി. അനിയനാ. ആദി തിരികെ പോയി. അഫിയുടെ കയ്യിലിരിക്കുന്ന ഫോൺ കണ്ടതും ലക്ഷ്മി ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. കോൾ വന്നിരുന്നു. നിന്റെ സിദ്ധൂട്ടനാവും. അവൾ ഫോണിൽ നോക്കിയിരുന്നു. അഫി ലക്ഷ്മിയുടെ തോളിൽ ചാരി കിടന്നു. വിളിക്ക് സീത, അവര് അറിഞ്ഞിട്ടുണ്ടാവും. നീ സംസാരിക്കാതിരുന്നാൽ പേടിക്കും, അവൻ പറഞ്ഞു. വിറയലോടെ ഫോൺ ചെവിയോട് ചേർത്തു. മറുവശത്തുനിന്ന് സംസാരിക്കുന്നതിന് മാത്രം അവൾ ഉത്തരം പറയുന്നുണ്ട്. ഓരോ വാക്കും നുള്ളിപ്പെറുക്കി സംസാരിക്കുന്നവളെ കണ്ട് അഫിക്ക് ചിരി വന്നു. എന്താ പെണ്ണെ? ചെവിയിൽ അവൻ ചുണ്ട് ചേർത്തതും അവളൊന്ന് ഏങ്ങിപ്പോയി. നാവിനാൽ ഉഴിഞ്ഞെടുത്തു. ശരി സിദ്ധൂട്ടാ, ചേച്ചി രാത്രി വിളിക്കാം. ഇപ്പോൾ ഓഫീസിലാ. പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു. കഴിഞ്ഞോ? ഇത്രയുള്ളോ? വീട്ടുകാരോട് ഇങ്ങനെയാണോ ലക്ഷ്മി സംസാരിക്കുന്നത്? ഇത് മോശം. അവൻ ബെഡിലേക്ക് ചരിഞ്ഞു കിടന്നു. ഞാൻ ഇരുന്നത് കൊണ്ടാവും അല്ലേ? അവൾ ഒന്നും പറഞ്ഞില്ല. സീത, അവരെന്തേലും അറിഞ്ഞോ? ഇല്ല. അതെന്താ? ടി വിയിൽ 2 ദിവസമായി നമ്മളാ ഇരകൾ. എന്നിട്ടും അറിഞ്ഞില്ലേ? വീട്ടിൽ ടി വി ഇല്ലയെന്ന് ഇങ്ങേർക്ക് അറിയില്ലല്ലോ. ആ സാരമില്ല, നമുക്ക് ഉടനെ തന്നെ പോകാം. എനിക്ക് ഈ സീതയുടെ സിദ്ധൂട്ടനെ കാണാൻ ആഗ്രഹമുണ്ട്. പിന്നെ എല്ലാവരെയും. അവരെ നേരിൽ കണ്ട് ഞാൻ സംസാരിക്കാം. അവൾ ഒന്ന് മൂളിയതേയുള്ളൂ.
സാർ, അഫിസാറ് വിളിച്ചോ? അവരെ വീട്ടിൽ കയറ്റിയോ ആ തടക? ആരവ് നിത്യയെ തന്നെ നോക്കിയിരുന്നു പോയി. അല്ല, അങ്ങനെയല്ലേ? ആണ്. പക്ഷേ അഫി കേൾക്കെ പറയരുത്. ആദ്യമാണേൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ അഫിക്ക് മമ്മയെക്കുറിച്ച് ആരും മോശം പറയുന്നത് ഇഷ്ടമല്ല. അഫിക്ക് തന്നെ അറിയാം അവനിൽ ഈ മോശം സ്വഭാവം വളർത്തിയെടുത്ത ആൾ ആ സ്ത്രീയാണെന്ന്. ഛേ, അവരെന്താ ഇങ്ങനെ? നിത്യ ദേഷ്യത്തിലാണ്. അയൽനാട്ടിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ആവാം, നമുക്കറിയില്ലല്ലോ. ആണോ? അപ്പോൾ വിദേശത്ത് നിന്ന് വരുന്ന കല്യാണാലോചനകളൊന്നും സ്വീകരിക്കാതിരിക്കുന്നതാ നല്ലത്, അല്ലേ സാർ? ആരവിൻ്റെ ഉള്ളൊന്ന് പിടച്ചു. നിത്യ ചിരിക്കുന്നുണ്ട്. ചുമ്മാതാ, നമ്മളെ ആർക്കും വേണ്ട സാർ. അവൾ ക്യാബിൻ വിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങി. അഫി വിളിച്ചിരുന്നു. ലക്ഷ്മി അവൻ്റെ ഒപ്പമുണ്ട്, സന്തോഷമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ആണോ? ഭാഗ്യം. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ലച്ചു ഹാപ്പിയായി ഇരുന്നാൽ മതി. ആരവ് ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്ക് അടുത്തേക്ക് ചെന്നു. നിത്യയ്ക്ക് ലക്ഷ്മിയോട് ദേഷ്യമൊന്നുമില്ലേ? എന്തിനാ സാർ? അല്ല, ആ കുട്ടി വന്നതിന് ശേഷമല്ലേ സഞ്ജുവിൻ്റെ സ്വഭാവം മാറിയത്? അതിന് ലച്ചുവിനോട് എനിക്ക് ദേഷ്യം തോന്നുന്നത് എന്തിനാ? അവൾ കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത്. കല്യാണത്തിന് ശേഷം എന്നേക്കാൾ നല്ല പെൺകുട്ടിയെ കാണുമ്പോൾ അവൻ അവൾക്കൊപ്പം പോകും. ലക്ഷ്മി വന്നതുകൊണ്ടല്ലേ സഞ്ജുവിൻ്റെ തനി നിറം മനസ്സിലായത്? ശരിയാ, തൻ്റെ മനസ്സ് നല്ലതാ. പിന്നെ നാളെ മറക്കണ്ട, ഞാൻ രാവിലെ വരും ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ വീട്ടിൽ നിന്ന്. ആ, മറന്നിട്ടില്ല, വരാം. അവൾ പോയതും അവൻ പുഞ്ചിരിച്ചു.